ബിസിനസ് സംരംഭകയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ജി കൃഷ്ണകുമാർ. 69 ലക്ഷം രൂപ നഷ്ടമായത് കൂടാതെ കടയിലെ സാധനങ്ങളിലും കുറവ് വന്നിട്ടുണ്ടെന്ന് ദിയയുടെ അച്ഛനും BJP നേതാവുമായ ജി കൃഷ്ണകുമാർ വ്യക്തമാക്കി. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്നും തനിക്ക് തെരഞ്ഞെടുപ്പ് താൽപര്യങ്ങൾ ഇല്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ദിയ കൃഷ്ണയുടെ കവടിയാറിലുള്ള OBOC എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുകൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ജി കൃഷ്ണകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. കടയുടെ പേയ്മെന്റ് സ്കാനറിനു പകരം സ്വന്തം നമ്പറുകൾ നൽകി 69 ലക്ഷം രൂപ തട്ടിയെടുത്തത് കൂടാതെ കടയിലെ സാധനങ്ങളിലും കുറവ് വന്നിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. ഈ ഏകദേശം 69 ലക്ഷം രൂപയോളമാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ കാരണം സ്റ്റോക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. പിന്നെ വളരെയധികം പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട്, വലിയ എമൗണ്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നവർ. ഇവരെ പലരെയും ഇവർ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇത്ര ശതമാനം ഞങ്ങൾ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സാധനം അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റിയതായിട്ട് കാണുന്നു. പരാതിക്കാരികൾ ഉന്നയിച്ച തട്ടിക്കൊണ്ടുപോകൽ കഥ കള്ളമെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അവരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ 30-ാം തീയതി തന്നെ പോലീസിൽ പരാതിപ്പെടുമായിരുന്നു. എന്നാൽ 1-ാം തീയതി തങ്ങൾ പരാതി നൽകിയ ശേഷമാണ് ജീവനക്കാരികൾ പരാതി നൽകിയതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവർക്ക് പിന്നിൽ ആരോ ഉണ്ട്. അന്ന് തങ്ങൾക്കെതിരെ പ്രതികരിച്ച ശേഷം പരാതിക്കാരികൾ ഇപ്പോൾ എവിടെയെന്ന് അറിയില്ലെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായത് ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാവരും അബ്സ്കോണ്ടിങ്ങിലാണ്. ഇവരാരും ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുന്നു പറഞ്ഞു. അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയെന്ന് അറിയില്ല. ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ വാർത്തയുടെ സത്യാവസ്ഥ കണ്ടെത്താൻ സഹായിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ പാർട്ടിക്കോ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇടപെടുത്തരുത്. വിഷയമുണ്ടായപ്പോൾ നേരെ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയം വെച്ച് തന്നെ എന്തെങ്കിലും പറഞ്ഞോളൂ. കുടുംബത്തെ വലിച്ചിഴച്ച് ദ്രോഹിക്കരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.